നമസ്കാരം. ഒരു 3 വർഷം മുമ്പ് നോർഡിക് രാജ്യമായ ഫിൻലൻഡും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കാനിടയായി. നോർവേ, സ്വീഡൻ, ഡെൻമാർക്കാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഫിൻലൻഡും ഐസ്ലൻഡും കൂടെ കൂടുന്ന ഈ 5 രാജ്യങ്ങളെ കൂട്ടിയാണ് നോർഡിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പലരും ഫിൻലൻഡിനെയും സ്കാൻഡിനേവിയൻ രാജ്യം എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഫിൻലൻഡ് സ്കാൻഡിനേവിയൻ രാജ്യമല്ല. അപ്പോൾ ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ലോകത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ആളുകളെ കാണുക, ഏറ്റവും സന്തോഷമുള്ള ആളുകളുടെ രാജ്യം കാണുക എന്നുള്ളതായിരുന്നു. ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പൊ അന്ന് 6ാം വർഷവും ഫിൻലൻഡ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ആനന്ദ സൂചികയിൽ, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. ഇപ്പൊ ഈ അടുത്ത ദിവസം ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വെൽബീയിങ് റിസർച്ച് സെന്റർ പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ച് 9ാം വർഷവും ഈ ഫിൻലൻഡ് തന്നെയാണ് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമത്, ഏറ്റവും ആനന്ദ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യമാണ്. മറ്റു സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ ഒക്കെ അതിന് അടുത്തടുത്ത് വരുന്ന രാജ്യങ്ങളുമാണ്. എന്നാൽ അമേരിക്ക, USA, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയിട്ടുള്ള ചില രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പിറകോട്ട് പോയതായിട്ട് കാണാൻ സാധിക്കും. 147 രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ഈ പഠനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 116ആണ്. അത് പാകിസ്ഥാനും പിറകിലാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു കൗതുകമുള്ള കാര്യമല്ലേ? എന്താണ് ഈ ഫിൻലൻഡിൽ ഇത്രമാത്രം സന്തോഷം ഉണ്ടാകാൻ കാര്യം? കേരളത്തിന്റെ 1/7 മാത്രം ജനസംഖ്യയുള്ള, ഏകദേശം 50 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യമാണ്, ഒരു യൂറോപ്യൻ രാജ്യമാണ് ഫിൻലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 രാജ്യങ്ങളിലും ഞാൻ താമസിച്ചു. അതിൽ ഈ ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലും താമസിച്ചു. ഈ രാജ്യങ്ങളിലൊക്കെ ആളുകളുമായി, സാധാരണ ആളുകളുമായി, വിദ്യാർത്ഥികളുമായി, കമിതാക്കൾ, പോലീസുകാർ, കട നടത്തുന്നവർ, യാത്രികർ, ഇങ്ങനെയുള്ള പലരുമായിട്ടും ഒരു കൗതുകത്തിന്റെ പേരിൽ ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം ഉണ്ടായി. ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരോടൊക്കെ നേരിട്ട് പലരോടും ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം സന്തോഷവാന്മാരായിരിക്കുന്നത്? ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യം ഇത്രമാത്രം ഉയർന്ന നിലയിൽ നിൽക്കുന്നത്? അപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് വെച്ചും ഹാപ്പിനെസ് റിപ്പോർട്ട്, ഈ യൂണിവേഴ്സിറ്റിയുടെ വെൽബീയിങ് റിസർച്ച് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ട് വായിച്ചപ്പോഴും എല്ലാം മനസ്സിലാക്കിയ കാര്യം ഒന്ന് തന്നെയാണ്. റിപ്പോർട്ടിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. അവിടെ ആളുകൾ സംതൃപ്തരാണ്, തൃപ്തി അനുഭവിക്കുന്നു. ആർത്തിയില്ല ആളുകൾക്ക്. വിദ്വേഷം, പക, അസൂയ, കുശുമ്പ്, വെറുപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആളുകൾക്ക് താരതമ്യേന വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ഇവിടെ ഇത് ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ കുറവാണ്. ഇപ്പോൾ പണം അടങ്ങിയ ഒരു പേഴ്സ് വഴിയിൽ കിടന്നാൽ തന്നെയും ആരും എടുക്കുകയില്ല. അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കാര്യമായി ഇടപെടാറില്ല എന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. മതത്തിന് അവിടെ യാതൊരു സ്വാധീനവുമില്ല. വളരെ കുറച്ചു പേര് മാത്രമേ മതവിശ്വാസികളായിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഫിൻലൻഡില് ലൂതറൻ സഭ എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗമാണ് ഉള്ളതിലെ കുറച്ച് കൂടുതൽ പേരുള്ളവർ. ഭൂരിപക്ഷം പേർക്കും മതമില്ല. സ്കൂളുകളിൽ പഠനം അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല, പഠനം അവർക്ക് ഭാരമായിട്ടേ തോന്നുന്നില്ല. അത്തരത്തിലുള്ള വളരെ ലളിതമായ, വളരെ അനുകരണീയമായ ചില വിദ്യാഭ്യാസ രീതിയാണ് ആ രാജ്യത്തുള്ളത്. ഇതൊക്കെ ആയിരിക്കാം അവർക്ക് ഇത്രമാത്രം സന്തോഷം അനുഭവിക്കാനുള്ള കാരണം. 1 വർഷം നടത്തിയ പഠനമല്ല, ഈ 9 വർഷമായിട്ടും ഒരു രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ, ആനന്ദ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ? അപ്പോൾ
നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ, നിന്റെ സന്തോഷം നിന്റെ കയ്യിലാണ്, നമ്മുടെ സന്തോഷത്തിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ തത്വമാണ്. പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുകയില്ല. ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നവയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം അത്രയധികം അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളുടെ മനസ്സിലും അതിനനുസരിച്ച് പാകപ്പെടൽ ഉണ്ടാകണം. ഈ അസൂയയും സ്പർദ്ധയും വെറുപ്പും കുശുമ്പും ആർത്തിയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുകയും ഒപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കുറെ കൂടി ഈ സംഘർഷപൂരിതമല്ലാതാവുകയും മതത്തിനും രാഷ്ട്രീയത്തിനും അമിതമായ സ്വാധീനം ഉള്ള ആ അവസ്ഥ ഇല്ലാതാകുകയും ഒക്കെ ചെയ്താൽ നമുക്കും കുറച്ചുകൂടെ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരെ കണ്ടുപിടിക്കണം. ആരെ? ഈ ഫിൻലൻഡുകാരെ കണ്ടുപിടിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കുക, ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക, ഒന്നിൻ്റെയും മൗല്യവാദികളാകാതിരിക്കുക, മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും. അതുപോലെ തന്നെ ഈ അസൂയയും സ്പർദ്ധയും വെറുപ്പും ആർത്തിയും ഒക്കെ ഉപേക്ഷിക്കുക. താങ്ക് യു.